ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 80ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്കു സേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണിക്ക് അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തിൽ ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായ തിരങ്ക യാത്രകളും പുരോഗമിക്കുകയാണ്. 80ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ പവിത്രമായ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന ദിനമായ ഇന്ന് 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെടുകയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരുടെയും ഓർമ്മ പുതുക്കി രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. രാജ്യത്തിന്റെ ചരക്ക് സേവന മേഖലകളിലെ കയറ്റുമതിയിൽ വൻ വർധന. ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി കയറ്റുമതി $80.14 ബില്യൺ ഡോളറിലെത്തി. വിശദാംശങ്ങളിലേക്ക്. ചരക്ക് കയറ്റുമതിയിലെ മികച്ച പ്രകടനമാണ് രാജ്യത്തിന്റെ ഈ നേട്ടത്തിന് പ്രധാന കാരണമെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി രാജ്യങ്ങളായ അമേരിക്ക, ചൈന, സിംഗപ്പൂർ, കെനിയ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കും UAE, നെതർലൻഡ്സ്, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, ടാൻസാനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഇറ്റലി, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ ഈ വർഷം ജൂലൈയിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 4 മാസങ്ങളിൽ സിംഗപ്പൂർ, ചൈന, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നിവ കയറ്റുമതി മൂല്യത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയ പ്രധാന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ജൂലൈയിൽ 8.62%, അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 12.85% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂഡൽഹിയിൽ നടക്കുന്ന മുതിർന്ന പൌരന്മാർക്കായുള്ള ദേശീയ കൌൺസിലിന്റെ 5ാമത് യോഗത്തിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് അധ്യക്ഷത വഹിക്കും. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൂടുതൽ ദൃഢമാക്കുന്നതിന് ചർച്ചകൾ സഹായിക്കുമെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീം കോടതി പ്രതിജ്ഞാബദ്ധമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ പ്രതിജ്ഞാബദ്ധതയുടെ ഉദാഹരണമാണ് കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം എന്നും അദ്ദേഹം പറഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു.
देश में जो केस पेंडेंसी है उसको लेकर के हमने विशेष कार्य करने का एक निश्चय किया। केस मैनेजमेंट का, डॉकेट मैनेजमेंट जिसको बोलते हैं कोर्ट में, उसके ऊपर हमने एक सुचारू रूप से एक योजना बनाई और कुछ ऐसे मामले जो बहुत ही संवेदनशील मामलों को पहले निर्णय करने का हमने फैसला किया। ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കുടുങ്ങിക്കിടന്നിരുന്ന 22 തൊഴിലാളികളിൽ 20 പേരെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് അടൂർ പ്രകാശ് MP പരിസ്ഥിതി മന്ത്രിക്ക് കത്ത് നൽകുകയും പിന്നീട് അനുമതി ലഭിച്ച വിവരം മന്ത്രാലയം അദ്ദേഹത്തെ അറിയിക്കുകയുമായിരുന്നു. കേരളത്തിൽ ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച തിരങ്ക യാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ട തിരങ്ക യാത്രയുടെ ഭാഗമായി വന്ദേ മാതരം ആലാപനം ഉൾപ്പെടെ അരങ്ങേറി. ഇന്ത്യൻ വ്യോമസേന ബാൻഡ് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത വിരുന്ന് നഗരവാസികൾക്ക് വിസ്മയമായി. ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യോമസേനയിലെയും മറ്റ് സേനാ വിഭാഗങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ വ്യോമസേനയുടെ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്നു രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്കു ശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളത്തിലേക്ക് 90 അധിക ബസ് സർവീസുകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. ഈ മാസം 21 മുതൽ 25 വരെയാകും കേരളത്തിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുകയെന്ന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൃത്തങ്ങൾ ആകാശവാണിയോട് വ്യക്തമാക്കി. ഇതിനുശേഷം ഈ മാസം 30 മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാവും പ്രത്യേക ബസ് സർവീസുകൾ. 4 അതിലധികം പേരോ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 5%, മടക്കയാത്ര കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 10% ഇളവ് അനുവദിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഇന്നലെ രാത്രി ടൊറന്റോയിൽ നടന്ന ഫൈനലിൽ 7ാം സീഡായ സ്വിയാടെക് 2ാം സീഡ് താരം എലേന റൈബാക്കിനയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. അണ്ടർ 23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്വാർഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 80ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി.
രാജ്യത്തിന്റെ ചരക്ക് സേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.